പുരസ്കാരം തന്നതിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വേദിയിൽ വെച്ച് അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിനും ഇങ്ങനൊരു അവസരം തന്നതിനും അതുപോലെ എന്നെക്കുറിച്ച് നാരായണദാസ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഡയറക്ടർ ചേച്ചി, അതുപോലെ എൻ്റെ കൂടെ മറ്റ് രീതിയിൽ അംഗീകരിക്കപ്പെട്ട കൂട്ടുകാരെ, അവരെയൊക്കെ കാണാൻ പറ്റിയതിൽ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഹിമയ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കും അതുപോലെ ഇവിടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത 3 കൂട്ടുകാർക്കും എൻ്റെ ആശംസകൾ കൂടി ഞാൻ അറിയിക്കുകയാണ്. കുട്ടികളുടെ സാഹിത്യോത്സവം എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു പരിപാടി തന്നെയാണ്. നമുക്കറിയാം, വളരെ ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം ഹന്തവിവരമില്ലാതെ അന്ധകാരപ്രാന്തരത്തിൽ കഷ്ടം അന്ധരെ അന്ധർ നയിപ്പു എന്ന് ചണ്ടാല ഭിക്ഷുകയിൽ ആശാൻ എഴുതിയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലോകമാണ് ഇന്നത്തെ നമ്മുടെ ലോകം. അവിടെ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, പ്രത്യേകിച്ചും അവിടുത്തെ കുട്ടികളും കൗമാരക്കാരും ചെറുപ്പക്കാരും എന്ന നിലയിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റി പൂർണ്ണമായും അവെയറായിരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ കടമയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് കാരണം, ഇതിനെപ്പറ്റിയൊക്കെ അവെയറായിരിക്കുക. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കാണുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റണം, കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ചിന്തകളിലും എഴുത്തിലും പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ ശരിയായ രാഷ്ട്രീയമുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്, പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ അതിനെ കുറച്ച് മുൻവിധിയോടെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രിജുഡിസോടെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് പൊതുവെ. ചിലർക്കെങ്കിലും അങ്ങനെയുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള എന്തോ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള സാഹിത്യാസ്വാദനത്തിന്, കലാസ്വാദനത്തിന്, സൗന്ദര്യത്തിന് ഒക്കെ എതിരെ നിൽക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയം എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ അല്ല ഒരിക്കലും. പുതിയ തലമുറ എന്ന നിലയിൽ നമ്മൾ അതിനെ അങ്ങനെ കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാഴ്ചപ്പാട് വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു പുസ്തകമാണ് എൻ സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം. ഒരുപാട് പേര് അത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. വളരെ അംഗീകരിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ഇറങ്ങിയ സമയത്ത് എൻ സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ അത് പൂക്കളെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. ഓരോ പൂവിനെ പറ്റി ഓരോ ലേഖനം എന്നുള്ള നിലയിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, അത് വായിക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നും, അത്ഭുതം തോന്നും. പൂക്കളുടെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വരാജ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൂക്കൾക്ക് രാഷ്ട്രീയമുണ്ടോ എന്നത് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണല്ലോ. പൂക്കൾ എന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ട് നമ്മളെല്ലാവരും പൊതുവെ സൗന്ദര്യമായിട്ടും സ്നേഹമായിട്ടും നമുക്ക് താല്പര്യമുള്ള കാര്യമായിട്ടും അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് പൂക്കൾ. പൂക്കൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നാണ് ആ പുസ്തകത്തിൽ സ്വരാജ് പറയുന്നത്. കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് അതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ പൂവിനെയും അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ പൂവ് കടന്നു വന്നിട്ടുള്ള പല ചരിത്രഘട്ടങ്ങൾ, അത് സിംബലൈസ് ചെയ്യുന്ന പല കാര്യങ്ങൾ, ഇതൊക്കെ പറയുന്നതിലൂടെ ഓരോ പൂവിൻ്റെയും രാഷ്ട്രീയം അവതരിപ്പിക്കുന്നു. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കാണാൻ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന പൂക്കളിൽ പോലും രാഷ്ട്രീയമുണ്ട്. അത് വളരെ മനോഹരമായ ഒരു ആശയമാണ്. അത് സൗന്ദര്യത്തിനോ സാഹിത്യത്തിനോ കലയ്ക്കോ എതിരെ നിൽക്കുന്നതല്ല, മറിച്ച് ശരിയായ രാഷ്ട്രീയം സംസാരിക്കുമ്പോഴാണ് ഓരോ പുസ്തകവും ഓരോ കലാസൃഷ്ടിയും യഥാർത്ഥമാകുന്നത്, മനോഹരമാകുന്നത്. ഇങ്ങനെ വളരെ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം രാഷ്ട്രീയത്തെ, സമൂഹത്തെ സമീപിക്കാൻ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു അവെയർനെസ് എല്ലാ കാലത്തും ഏറ്റവും അധികം ഉണ്ടായിരുന്നവരാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്ന നല്ല കവികളും എഴുത്തുകാരും ആർട്ടിസ്റ്റും ഒക്കെ ആയി മാറിയിട്ടുള്ളത്. സിൽവിയ പ്ലാത്തിന്റെ 2 വരികൾ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. Cold plans approaches, they move in a hurry. ഇത് അപ്രഹെൻഷൻസ് എന്ന വളരെ
കവിതയിലെ വരികളാണ് സിൽവിയ പ്ലാത്ത് എഴുതിയത്. കോൾഡ് ബ്ലൈറ്റ്സ് അപ്രോച്ചസ് ദേ മൂവ് ഇൻ എ ഹറി. തണുത്ത ശൂന്യതകൾ നമുക്ക് നേരെ വരികയാണ്, അവ വേഗത്തിലാണ് നീങ്ങുന്നത്. ഇത് വായിക്കുമ്പോൾ ഒരു തരം വാർണിംഗ് പോലെയാണ് നമുക്കത് അനുഭവപ്പെടുക. തണുത്ത ശൂന്യതകൾ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് അതിജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വാർണിംഗ് പോലെയാണ് ആ കവി അത് എഴുതിയിരിക്കുന്നത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവയർനെസ് ഉണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെയൊക്കെ പറ്റിയുള്ള ഒരു ബോധം. ഈ അവയർനെസ് ഉണ്ടായവരാണ് എല്ലാ കാലത്തും ഏറ്റവും നല്ല കവികളും എഴുത്തുകാരും ആർട്ടിസ്റ്റും ഒക്കെയായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ ചുറ്റുപാടുകളെ നോക്കിക്കാണാനും ചിന്തിക്കാനും സംസാരിക്കാനും എഴുതാനും പറ്റുക എന്നതാണ് ഈ ഒരു കാലത്ത് ജീവിക്കുന്ന യങ് പീപ്പിൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പുസ്തകത്തെ പറ്റി കൂടി നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. മാക്സിം ഗോർക്കിയുടെ പരിശീലനം. ഞാൻ ഈ അടുത്ത കാലത്താണ് അത് വായിച്ചത്. അത് വായിച്ച സമയത്ത് തന്നെ അതൊരു കൗമാര പ്രായക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള പുസ്തകമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കൗമാര പ്രായത്തിലുള്ള ആളുകളാണ് അത് ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെയുള്ള ഒരു സദസ്സിനോട് അതിനെപ്പറ്റി പറയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിവിടെ നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം തോന്നുവാണ്. മാക്സിം ഗോർക്കിയുടെ പരിശീലനം എന്ന് പറയുന്ന പുസ്തകം വായിച്ചവരുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വായിക്കാത്തവരെല്ലാവരും നിർബന്ധമായും അത് സംഘടിപ്പിച്ച് വായിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. മാക്സിം ഗോർക്കിയെ പറ്റി നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു ത്രയമുണ്ട്. ബാല്യകാലം, പരിശീലനം, എൻ്റെ സർവകലാശാലകൾ, ഇങ്ങനെ 3 പുസ്തകങ്ങൾ ആത്മകഥാപരമായ നോവലുകളാണ്. അതിൽ രണ്ടാമത്തെ പുസ്തകമാണ് പരിശീലനം. മാക്സിം ഗോർക്കിയുടെ കൗമാരത്തിനെ പറ്റിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആത്മകഥയാണ്, പക്ഷെ ഒരു നോവലിന്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അല്യോഷ എന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു കുട്ടിയാണ്, ഒരു കൗമാരക്കാരനാണ് അതിലെ നായകൻ. മാക്സിം ഗോർക്കി തന്നെയാണത്. മാക്സിം ഗോർക്കി എന്നുള്ളത് തൂലികാനാമമാണ്. അലക്സേ പെഷ്കോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ആ അല്യോഷയാണ് പുസ്തകത്തിൽ ഒരു നായക കഥാപാത്രമായിട്ട് വരുന്നത്. ഞാനിതിവിടെ പറയാൻ കാരണം, നമ്മൾ ഈ പറയുന്ന അവയർനെസ്, സമൂഹത്തെ പറ്റിയുള്ള അവയർനെസ്, ശരിയായ രാഷ്ട്രീയ ബോധം, അത് നമ്മളെയൊക്കെ പോലെയുള്ള ഒരു സാധാരണ കുട്ടിയെ എത്രയധികം മാറ്റിമറിച്ചു എന്നുള്ളതിൻ്റെ കഥ കൂടിയാണ് പരിശീലനം എന്ന ആ പുസ്തകം. അല്യോഷ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ അധികം പല രീതിയിൽ സഫർ ചെയ്യേണ്ടി വന്ന ഒരു കുട്ടിയാണ്. അവന് നമ്മളെപ്പോലെ സ്കൂളിൽ പോകാനോ പഠിക്കാനോ എന്നുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനമ്മമാരൊക്കെ മരിച്ചു, ദാരിദ്ര്യമാണ്. അങ്ങനെ സ്വന്തമായി പല ജോലികൾ ചെയ്ത് അതിജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ ഇടപെടുന്ന സമൂഹം വളരെ ഇരുണ്ടതാണ്, വളരെ നെഗറ്റീവായ ഒരു സമൂഹത്തിലാണ് അവൻ വളരുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും പെട്ട തിന്മകളുടെ ഇടയിൽ കിടന്നാണ് അവൻ വളരുന്നത്. പക്ഷെ അങ്ങനെ വളരുമ്പോഴും അവൻ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. അവൻ ഈ കാണുന്ന കുറ്റകൃത്യങ്ങളും തിന്മകളും അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള കുറച്ചും കൂടി നല്ലതായ, കുറച്ചും കൂടി മഹത്തരമായ എന്തോ ഒന്നാണ് മനുഷ്യനെന്നും അതുകൊണ്ട് അത് സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അർഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു വേർഷനായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു കുട്ടിയായി അല്യോഷ എങ്ങനെ വളരുന്നു, അത് അവനെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് പരിശീലനം എന്ന കഥ. അതുകൊണ്ട് അത് എല്ലാവരും വായിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വ്യക്തിപരമായി ഞാൻ വളരെ നിരാശ തോന്നിയിരിക്കുന്ന ഒരു സമയത്താണ് ആ പുസ്തകം വായിക്കുന്നത്. സമൂഹത്തിൻ്റെ പോക്കൊന്നും ശരിയല്ല, എല്ലാ കാര്യങ്ങളും വളരെ നെഗറ്റീവാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ലോകത്തെ മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല, പ്രതീക്ഷയ്ക്കൊന്നും ഒരു വകയില്ല, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. പക്ഷെ മനുഷ്യവംശത്തിൽ തന്നെയുള്ള എൻ്റെ വിശ്വാസം തിരിച്ചു തരാൻ ഈ പുസ്തകം എന്നെ സഹായിച്ചു, അല്ലെങ്കിൽ അത് കൂടുതൽ സ്ട്രോങ് ആക്കാൻ ഈ പുസ്തകം എന്നെ സഹായിച്ചു. മാക്സിം ഗോർക്കിയുടെ കഥ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ കഥയാണെന്ന് നമുക്കറിയാം. ഈ പറയുന്ന രാഷ്ട്രീയ ബോധം അല്യോഷ എന്ന് പറയുന്ന ഒരു കുട്ടിയെ മാക്സിം ഗോർക്കി എന്ന നമ്മൾ ആദരിക്കുന്ന സാഹിത്യകാരനാക്കി എങ്ങനെ വളർത്തി എന്നതിൻ്റെ കഥ കൂടിയാണ്.
അതായത് ആ ഒരു രാഷ്ട്രീയ ബോധം അല്യോഷയെ മാറ്റി, അവന്റെ ജീവിതം മാറ്റി. അതുപോലെ തന്നെ മാക്സിം ഗോർക്കി എന്ന എഴുത്തുകാരനിലൂടെ അദ്ദേഹത്തിന്റെ അമ്മ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിലൂടെ നമ്മുടെ ഒക്കെ ജീവിതങ്ങളെയാണ് യഥാർത്ഥത്തിൽ അത് മാറ്റിയത്. അതൊരു എല്ലാവരും വായിച്ചിരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു കഥയാണ്, ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അല്യോഷയ്ക്ക് ഈ ഒരു ശരിയായ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. ഒരർത്ഥത്തിൽ പുസ്തകങ്ങളുമായിട്ടുള്ള അല്യോഷയുടെ സൗഹൃദത്തിന്റെ കഥ കൂടിയാണത്. ഒരു പുസ്തകം സംഘടിപ്പിക്കാൻ തന്നെ അവൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ വായനയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ടുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഒരർത്ഥത്തിൽ അവൻ വായിക്കുന്നത്. അതാണ് അവനെ ഇത്രയധികം മാറ്റാനും ഒരു നല്ല മനുഷ്യനാക്കി അവനെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നത്. അവൻ പിന്നീട് മാക്സിം ഗോർക്കി ആയതും അമ്മ പോലെയുള്ള ഒരു പുസ്തകം എഴുതിയതും ഒക്കെ ചരിത്രമാണ്, അത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ നമ്മളെ എത്രത്തോളം മാറ്റുമെന്നും അതെങ്ങനെ ലോകത്തെ മാറ്റുമെന്നുമുള്ളതിൻ്റെ ഒരു മനോഹരമായൊരു തെളിവ് കൂടിയാണ് പരിശീലനം എന്ന ഈ പുസ്തകം. അപ്പം അത് എല്ലാവരും വായിക്കുക. അതുപോലെ അതിൽ അല്യോഷയെ പോലെ ശരിയായ രാഷ്ട്രീയ ബോധത്തോടു കൂടി പൂക്കളിലും പുസ്തകങ്ങളിലും ചുറ്റിലും കാണുന്ന എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് ശരിയായ രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അതിലേക്കുള്ള വലിയ ഒരു പ്രവർത്തനമാണ് ഇതുപോലെയുള്ള ഓരോ പരിപാടിയും. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.